നമസ്കാരം. കൊല്ലത്ത് ആ കുഞ്ഞ് ഷോക്ക് അടിച്ച് മരിച്ചപ്പോൾ മന്ത്രി ചിഞ്ചുറാണി സൂംബ ഡാൻസ് കളിച്ചതും അധ്യാപകരെ കുറ്റം പറയാൻ കഴിയില്ല, കുട്ടി അനുസരിച്ചില്ല എന്ന് പറഞ്ഞതുമൊക്കെ നിങ്ങൾ കേട്ടല്ലോ. ഇത് വെറും ഒരു തുടക്കം മാത്രമാണ്. നമ്മുടെ പ്രിയപ്പെട്ട മന്ത്രിമാരുടെ, പ്രത്യേകിച്ചും രണ്ടാം പിണറായി സർക്കാരിലെ ആ വിശ്വവിഖ്യാതരായ പ്രതിഭകളുടെ യഥാർത്ഥ മുഖം നമുക്കിവിടെ തുറന്നു കാട്ടാം. കടമെടുപ്പ് മന്ത്രി ബാലഗോപാൽ മുതൽ റീൽസ് മാത്രം ഉണ്ടാക്കാൻ അറിയുന്ന പൊതുമരാമത്ത് മന്ത്രി റിയാസ് വരെ, ജനങ്ങളോട് ഒരു തരിമ്പും ആത്മാർത്ഥതയില്ലാത്ത ആരോഗ്യമന്ത്രി വീണ ജോർജ് മുതൽ വിദ്യാഭ്യാസം തൊട്ടു തീണ്ടാത്ത ശിവൻകുട്ടിയും ആർ ബിന്ദുവും വരെ, ഒടുവിൽ ദുരന്തങ്ങളുടെ മൊത്ത കച്ചവടക്കാരനായ ആഭ്യന്തരമന്ത്രി പിണറായി വിജയനും. ഈ മന്ത്രിമാർ എങ്ങനെയാണ് കേരളത്തെ പുതിയ ഉയരങ്ങളിലേക്ക് നയിക്കുന്നത് എന്ന് കേട്ടാൽ നിങ്ങൾ ഞെട്ടും. കണ്ണു തള്ളിപ്പോകുന്ന സത്യങ്ങൾ, കാതടപ്പിക്കുന്ന യാഥാർത്ഥ്യങ്ങൾ. അതെ, നമുക്കെല്ലാം അറിയാം, നമ്മുടെ കേരളം ഒരുപാട് ദുരന്തങ്ങളെ നേരിടുന്ന ഒരു നാടാണ്. പ്രളയം, മഹാമാരി, അങ്ങനെ പലതും. പക്ഷേ ഈ ദുരന്തങ്ങളെക്കാൾ വലിയ ദുരന്തങ്ങൾ നമുക്കുണ്ടെങ്കിൽ അത് നമ്മുടെ ചില മന്ത്രിമാരുടെ പ്രസ്താവനകളും പ്രവൃത്തികളുമാണെന്ന് പറയാതെ വയ്യ. ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം കൊല്ലത്ത് വൈദ്യുതാഘാതമേറ്റ് ഒരു കുഞ്ഞ് ദാരുണമായി മരിച്ച സംഭവം. മിഥുൻ എന്ന പയ്യൻ സ്കൂളിൽ പന്ത് കളിക്കുന്നതിനിടെ തെറിച്ചുപോയ ചെരുപ്പെടുക്കാൻ വേണ്ടി ഷെഡിന്റെ മുകളിൽ കയറിയതായിരുന്നു. കാല് വഴുതി കറണ്ട് കടന്നുപോയ കമ്പിയിൽ അറിയാതെ പിടിച്ചുപോയി. ആ കുഞ്ഞ് അപ്പോഴേ മരിച്ചു വീണു. നാട് മുഴുവൻ തേങ്ങിക്കരയുമ്പോൾ കൊല്ലത്തിന്റെ സ്വന്തം മന്ത്രി ചിഞ്ചുറാണി എന്ത് ചെയ്യുകയായിരുന്നു? തൃപ്പൂണിത്തറയിൽ പോയി സൂംബ ഡാൻസ് കളിക്കുന്നു. അതും പോരാഞ്ഞിട്ട് CPI ജില്ലാ സമ്മേളനത്തിൽ പങ്കെടുത്ത് മാധ്യമങ്ങളോട് പറഞ്ഞതോ, കുട്ടി കാലൊന്ന് തെന്നി കേറി പിടിച്ചത് കറണ്ട് കമ്പിയിൽ. അധ്യാപകരെ കുറ്റം പറയാൻ പറ്റില്ല, സഹപാഠികൾ കയറരുതെന്ന് പറഞ്ഞിട്ടും കുട്ടി കേട്ടില്ല. എന്തൊരു ദാർശനികമായ കണ്ടെത്തൽ! ഒരുപക്ഷെ മന്ത്രി ഇവിടെ പറയാൻ ഉദ്ദേശിച്ചത് ഇതായിരിക്കാം: കുട്ടികൾക്ക് സ്വന്തം ജീവൻ നോക്കാൻ അറിയില്ലെങ്കിൽ പിന്നെന്തിനാണ് സ്കൂളിൽ പോകുന്നത്, വീട്ടിലിരുന്നാൽ പോരെ. ഈ പ്രസ്താവന കേട്ട് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി പോലും ഞെട്ടിയിരിക്കണം. കാരണം അങ്ങേര് തന്നെ സമ്മതിച്ചത് വൈദ്യുതി ലൈൻ നിയമവിരുദ്ധമായാണ് കടന്നുപോയത് എന്നാണ്. സ്കൂൾ അധികൃതരുടെ അശ്രദ്ധയും KSEBയുടെ വീഴ്ചയും വൈദ്യുതി മന്ത്രി തന്നെ സമ്മതിച്ചിട്ടും സ്വന്തം ജില്ലയിൽ ഒരു കുട്ടി ദാരുണമായി മരിച്ചിട്ടും മന്ത്രിയുടെ ആദ്യ പ്രതികരണം കുട്ടിയുടെ അനുസരണക്കേടിനെ കുറിച്ചായിരുന്നു. അതിനുശേഷം സൂംബ ഡാൻസ് വിവാദമായപ്പോൾ മന്ത്രി വീണ്ടും തിരുത്തി. കുട്ടിയുടെ മരണത്തെ ന്യായീകരിക്കുന്നില്ല, കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കും. ഇതാണല്ലോ പ്രിയപ്പെട്ട മന്ത്രിമാരുടെ ഒരു പൊതു സ്വഭാവം. ആദ്യം വായിൽ തോന്നിയത് വിളിച്ചു പറയും, അതായത് മനസ്സിലുള്ളത് പുറത്തു വരും. എന്നിട്ട് ജനരോഷം കൂടുമ്പോൾ ഒരു തിരുത്തുമായി വരും. ഇത് നമ്മൾ എത്ര കണ്ടതാണ്. മുമ്പൊരിക്കൽ വനം മന്ത്രി വന്യജീവി ആക്രമണത്തിൽ ഒരാൾ മരിച്ചപ്പോൾ പാട്ടുപാടി ആഘോഷിച്ചതും അതിൽ വലിയൊരു ദുരന്തമാണ്. ഇനി നമ്മുടെ കടമെടുപ്പ് മന്ത്രി ബാലഗോപാലിനെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല. കേരളത്തിന്റെ കടം പെരുകി പെരുകി എവിടെ എത്തി എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ സാക്ഷാൽ ബാലഗോപാൽ പോലും അന്തം വിടും. ഇങ്ങേർക്ക് കടമെടുപ്പ് അല്ലാതെ വേറെ വല്ലതും അറിയാമോ എന്ന് പലപ്പോഴും സംശയം തോന്നിയിട്ടുണ്ട്. ഒരുപക്ഷെ കേരളത്തെ ഒരു കടക്കെണിയിലേക്ക് ചവിട്ടിത്താഴ്ത്താനുള്ള പുതിയ പദ്ധതികളാണോ ഇതെന്ന് ആർക്കറിയാം. സാധാരണക്കാരുടെ കീശ കാലിയാക്കുന്ന കാര്യത്തിൽ ഇദ്ദേഹം ഒരു വാചികകാരനാണ്. ആരോഗ്യമന്ത്രി വീണ ജോർജിനെ കുറിച്ച് പറയുകയാണെങ്കിലോ, വീണ ജോർജിന്റെ കാര്യത്തിൽ എന്ത് പറയാൻ? ആത്മാർത്ഥതയുടെ കാര്യത്തിൽ 0, ഉത്തരവാദിത്തത്തിന്റെ കാര്യത്തിൽ -. എന്തായാലും ആരോഗ്യ മേഖലയുടെ നിലവിലെ അവസ്ഥ കണ്ടാൽ സത്യം പറഞ്ഞാൽ ആരോഗ്യം ഉണ്ടായിരുന്നവർക്ക് പോലും രോഗം വരും എന്നുള്ള ഒരു അവസ്ഥയിലാണ്. ഇനി വിദ്യാഭ്യാസ മന്ത്രിമാരായ ശിവൻകുട്ടിയുടെയും ആർ ബിന്ദുവിന്റെയും കാര്യം പറയുമ്പോൾ, വിദ്യാഭ്യാസം എന്ന വാക്കിന് ഒരു പുതിയ നിർവചനം കൊടുക്കാൻ ഇവർക്ക് സാധിച്ചു. ഈ മന്ത്രിമാരെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ പഴയ ഗുരുകുല സമ്പ്രദായം ആയിരുന്നില്ലേ നല്ലതെന്ന് തോന്നിപ്പോകും. അവിടുത്തെ ഗുരുക്കന്മാർക്ക് ഇവരെക്കാൾ നല്ല വിദ്യാഭ്യാസം ഉണ്ടായിരുന്നു. സ്കൂളുകളിലാണെങ്കിലോ നിലവാരമില്ലാത്ത വിദ്യാഭ്യാസം, സർവകലാശാലകളിൽ രാഷ്ട്രീയ നിയമനങ്ങൾ, പരീക്ഷ പേപ്പറിലെ തെറ്റുകൾ എല്ലാം കൂടി നമ്മുടെ കുട്ടികളുടെ ഭാവിയുടെ മേൽ ഒരു വലിയ ചോദ്യചിഹ്നം മാത്രമേ ഇന്ന് നിലവിലുള്ളൂ. ഇനി നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ദുരന്തമായ ആഭ്യന്തരം. കേരളത്തിൽ ക്രമസമാധാനം എന്നത് വെറുമൊരു വാക്കല്ലേ എന്ന് തോന്നിപ്പോകുന്ന അവസ്ഥ. സ്ത്രീകൾക്ക് പുറത്തിറങ്ങാൻ പേടി, ഗുണ്ടാ വിളയാട്ടം, ഇങ്ങനെ പലതും. പോലീസിൽ പോലും ഗുണ്ടകളാണ്. ആഭ്യന്തര വകുപ്പ് ഇന്നൊരു സമാധാന കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അതായത് ഒരുപക്ഷെ സർക്കാരിന്റെ കണക്കിൽ ഇങ്ങനെയെല്ലാം ആകാം സമാധാനം. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് ആണെങ്കിലോ, റോഡുകൾ കുണ്ടും കുഴിയും നിറഞ്ഞ് സാധാരണക്കാർക്ക് യാത്ര ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. പക്ഷെ മന്ത്രിക്ക് അതൊരു വിഷയമേ അല്ല. കാരണം അങ്ങേർക്ക് റീൽസ് ഉണ്ടാക്കാൻ സമയം കിട്ടുന്നില്ലല്ലോ. റോഡുകൾ നന്നാക്കാൻ കരാറുകാരില്ല, ഫണ്ടില്ല എന്നൊക്കെ പറയും. പക്ഷെ റീൽസ് ഉണ്ടാക്കാൻ മാത്രം ഫണ്ടും സമയവും ധാരാളം. ഒരു റീൽസിന് 3-3.5 ലക്ഷം രൂപയാണ് ചെലവ്. ഒരുപക്ഷെ ഭാവിയിൽ റോഡുകളുടെ തകർച്ചയുടെ റീൽസ് ഉണ്ടാക്കി പുരസ്കാരം വാങ്ങാനായിരിക്കും മന്ത്രിയുടെ ശ്രമം. അത് ചിലപ്പോൾ കിട്ടിയെന്നും വരും. ചുരുക്കത്തിൽ രണ്ടാം പിണറായി സർക്കാർ എന്നത് ഒരു വലിയ കോമിക് സീരീസ് പോലെയാണ്. ഓരോ ദിവസവും ഓരോ പുതിയ എപ്പിസോഡ്. ഈ മന്ത്രിമാരെല്ലാം ചേർന്ന് കേരളത്തെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നതെന്നോ ജനങ്ങൾക്ക് എന്നാണ് ഒരു ആശ്വാസം കിട്ടുന്നതെന്നോ കണ്ടറിയണം. ഈ മന്ത്രിമാർ ഇങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മുടെ ദുരന്തങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. എന്തായാലും ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. പുതിയൊരു വാർത്തയുമായി വീണ്ടും എത്തും വരെ നന്ദി.